ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് കേരളത്തിലെ CPM സെക്രട്ടറിയുടെ പേര്. മാസ്റ്റർ എന്നത് സർക്കസിൽ ആനയും പുലിയും ഒക്കെ അഭ്യാസം പഠിപ്പിക്കുന്നത് കൊണ്ട് കിട്ടിയതായിരിക്കും. അല്ലാതെ പിള്ളേരെ പഠിപ്പിച്ച പാരമ്പര്യമൊന്നും ഗോവിന്ദന്റെ വാക്കിലോ പ്രവൃത്തിയിലോ കാണുന്നില്ല. പത്രക്കാരുടെ മൈക്ക് കണ്ടാൽ ഗോവിന്ദൻ ഒരു വെകിളിത്താത്തയാകും. ആരെയും പറയും, എന്തും പറയും, എങ്ങനെയും പറയും. അതുകൊണ്ടാണ് ഇതേവരെ പറയായിരുന്നത്. ഞാൻ അറിഞ്ഞില്ല. കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം പറഞ്ഞത്. ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് കക്ഷിയുടെ വിചാരം. ഗോവിന്ദ ഗോവിന്ദ എന്നല്ലാതെ എന്തു പറയാൻ? സാക്ഷാൽ EMSഉം നയനാരും ചടയൻ ഗോവിന്ദനുമൊക്കെ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്ന് പുള്ളി ഇടയ്ക്ക് ഒന്ന് മറന്നുപോകും. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ അതോ ശുനകനോ എന്നാണ് നാട് മുറുമുറുക്കുന്നത്. മുറുമുറുക്കാനേ കഴിയൂ, ഉറക്കെ പറയാൻ പേടിയാണ്. ഗോവിന്ദന്റെ റെഡ് ആർമി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കളയും. ഇനി ഞാൻ ഓട്ടിയത് സമയം കഴിഞ്ഞല്ലോ. അയ്യോ 5 മണി അവിടെ ഉള്ളല്ല. സമയം കഴിഞ്ഞു. അല്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ എനിക്ക് ഓട്ടിയുണ്ട്. തന്നോടല്ല നിന്റെ വീട്ടിലൊന്നും അല്ല ഓട്ടിയാ മതി. എവിടെ ഉത്തരത് സംഭവം വൈഫിനെ കാണിക്കാനാ. പിടിച്ചോ ഇങ്ങോട്ട്. പയ്യന്നൂർ മോഡൽ ബോംബ് വർഷം വരും. തുടർന്ന് ഇന്നോവയും. ഗോവിന്ദന് കസേര കൊടുത്തത് ഇരട്ടച്ചങ്കൻ റാം മൂളുമ്പോൾ വാ പൊത്തി അനുസരിക്കാനാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഘടാഘടിയനായ ചിറ്റപ്പനെയൊക്കെ തഴഞ്ഞ് പാർട്ടി ബ്രാഞ്ച് ബെഞ്ചിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഗോവിന്ദനെ ആരെങ്കിലും പാർട്ടി ഏൽപ്പിക്കുമോ? വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറെ ആളുണ്ട് തോന്നുമല്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വാ തുറന്നാൽ മനസ്സിലാവാത്ത, കടിച്ചാൽ പൊട്ടാത്ത, ദഹിക്കാത്ത കുറെ തത്വങ്ങളാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് ഗോവിന്ദനും അനുചരന്മാരും വളിച്ച കോമഡിയാണ് വിളമ്പുന്നത്. കൈയടിക്കാൻ കുറെ അന്തംസ് ഉള്ളത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഗോവിന്ദൻ ഒറ്റയ്ക്ക് ചിരിച്ച് മരിച്ചവനെ. KPCC പ്രസിഡന്റ് BJPയിൽ പോകുന്നുണ്ടോ എന്നറിയാൻ ദിവസവും ഗോവിന്ദൻ AKG സെന്ററിന്റെ ജനൽ തുറന്നിടും. പക്ഷെ അതുവഴി ചാടിപ്പോകുന്നത് ജയരാജനും രാജേന്ദ്രനുമൊക്കെ ആകുന്നത് സ്വാഭാവികം. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ പാർട്ടി ഓഫീസുകൾ BJPക്ക് ലീസിന് കൊടുത്തപ്പോൾ അതോടൊപ്പം കുറെ സഖാക്കളെയും കൊടുത്ത ഓർമ്മയിലാണ് ഗോവിന്ദൻ കേരളത്തിൽ ഈ ഗീർവാണം അടിക്കുന്നത്. അല്ലയോ ഗോവിന്ദ, താങ്കളുടെ അണികൾക്ക് പിണറായി കഴിഞ്ഞാൽ രാത്രി മുള്ളാൻ പുറത്തിറങ്ങാൻ പേടിയാണെന്ന് അറിയാമോ? ചില ആളുടെ യോഗം പൊളിക്കുന്നത് എങ്ങനെയെന്ന് ഗവേഷണം നടത്തുന്നത്. തോക്കിന്റെ ഇടയിൽ കൂടി നൂണ്ട് കയറിയ മുഖ്യന്റെ വീമ്പ് പറച്ചിലൊക്കെ പാറശാല മുതൽ പിണറായി വരെ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ കുറ്റം പറയുന്ന കോൺഗ്രസുകാരുടെ കൂട്ടില്ലാതെ ഗോവിന്ദന്റെ അന്യ സംസ്ഥാന സഖാക്കൾ പുറത്തിറങ്ങാറില്ല. അത് ഓർമ്മ വേണം. താനും തന്റെ ഇരട്ടച്ചങ്കൻ മുഖ്യനുമൊക്കെ ചേർന്ന് പാർട്ടിയെ കുളിപ്പിച്ച് ചെങ്കൊടി പുതപ്പിച്ച് കിടത്തുമ്പോൾ അതിന് രക്തസാക്ഷി പരിവേഷം കൊടുക്കാൻ കോൺഗ്രസിനെ കുറ്റം പറയണ്ട. സംഘപരിവാർ എന്ന് കേൾക്കുമ്പോൾ പുറമെ ദേഷ്യവും അകമഴിഞ്ഞ വാത്സല്യവും ചൊരിയുന്ന തൻ്റെ ഒക്കെ ഇരട്ടത്താപ്പ് ഇനി വില പോകില്ല. അമിത്ഷാ എന്നും മോദി എന്നും ഒക്കെ പേര് കേൾക്കുമ്പോൾ ഇട്ടിരിക്കുന്ന അടിയിലെ ചുവപ്പ് നിക്കർ നനയ്ക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല കോൺഗ്രസ് അധ്യക്ഷനുള്ളത്. താനൊക്കെ അടവ് പഠിച്ച കളരിയിലെ അഭ്യാസിയാണ് K. സുധാകരൻ. തന്റെ മുതലാളി പഠിപ്പിച്ചു തന്ന പിപ്പിരി വിദ്യം കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. കോൺഗ്രസിനെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് വിലയിരുത്തി നോക്ക്. തന്റെയും തന്റെ പാർട്ടിയുടെയും ഫാസിസ്റ്റ് വിരുദ്ധത. കാറൽ മാക്സിന് ഒരവസരം കൂടി ഭൂമിയിൽ കിട്ടിയാൽ അദ്ദേഹം വിമാനം പിടിച്ചു വന്ന് ആദ്യം അടിക്കുന്ന അടി ഗോവിന്ദനിട്ടായിരിക്കും. HFI കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് സഹപാഠികളെ തല്ലിപ്പിക്കുന്ന ഗുണ്ടാ ശൈലിയല്ല ഗോവിന്ദ രാഷ്ട്രീയ പ്രവർത്തനം. അതറിയാൻ വലിയ ദൂരത്തേക്കൊന്നും പോകണ്ട. ഇടയ്ക്കൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ വിട്ട് നാട്ടുകാരുടെ ഇടയിലൊന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി നിന്ന് നോക്കുക. സ്വന്തം പേരിൽ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന മാസ്റ്റർ എന്ന പദത്തിന് അല്പമെങ്കിലും മാന്യത കൊടുക്കുന്നുണ്ടെങ്കിൽ
എത്രയും വേഗം പേരിൽ നിന്ന് മാസ്റ്റർ എന്നത് എടുത്തു മാറ്റണം.